ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാലത്തെ ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. രാത്രി നല്ലപോലെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞുണ്ടെങ്കിൽ മഴ പെയ്യില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ നടക്കുന്ന വിപരീതമായിട്ടാണ് കേട്ടോ. ഇന്ന് കാലത്തേക്ക് തിന്നാനൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ കൊണ്ടുവന്ന ബണ്ണിരിപ്പുണ്ടായിരുന്നു, അത് തന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തത്. കാരണം കുഞ്ഞിപ്പെണ്ണിന് നല്ല പനിയായിരുന്നു. രാത്രി മുഴുവൻ അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, നല്ല തലവേദന. ഉച്ചക്കത്തേക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പരിപ്പ് വേവിച്ചതിന് ശേഷം ചേനയും ഉരുളക്കിഴങ്ങും മത്തങ്ങയും കൂടെ ഒരു വിസിലും കൂടെ എടുപ്പിച്ചു. പിന്നെ ഒരു ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഇട്ടിട്ട് കടുകും പൊട്ടിച്ചിങ്ങെടുത്തു. അപ്പോൾ അതിന് ശേഷം അതിലടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അരിഞ്ഞ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. ചെറിയുള്ളി ഇല്ലാതെ എന്ത് സാമ്പാറല്ലേ. പിന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ഈസ്റ്ററിൻ്റെ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈസ്റ്ററിൻ്റെ പൊടി എല്ലായിടത്തൊന്നും കിട്ടാറില്ല. ഡിമാർട്ടിൽ പോയപ്പോൾ കിട്ടിയായിരുന്നു, അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. സാമ്പാർ പൊടിയുടെ പച്ചമണം മാറിയപ്പോൾ വെണ്ടക്ക ചേർത്ത് കൊടുത്തു കേട്ടോ. ചേർത്ത വെണ്ടയ്ക്ക മസാലയുടെ കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തു. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് സാമ്പാർ ഇങ്ങനെയാണ് കേട്ടോ. പക്ഷെ അരച്ചുണ്ടാക്കുന്ന സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം ചേർത്ത് കൊടുത്തത് മുരിങ്ങാക്കോലും പിന്നെ കുറച്ച് വഴുതനങ്ങയും കൂടിയാണ് കേട്ടോ. പിന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ വാളംപുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു. ഈ വാളപ്പൊടിയുടെ വെള്ളത്തിലാണ് കേട്ടോ പിന്നെ പച്ചക്കറി വേകേണ്ടത്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വേവിക്കാൻ വേണ്ടി വെച്ചത്. അങ്ങനെ ഈ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുത്തു പച്ചക്കറികൾ. കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്ന പച്ചക്കറികളും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒറ്റ വിസിലിൽ തന്നെ ചേനയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. വലിയ എരിവൊന്നും ഇല്ലാത്ത സിമ്പിൾ സാമ്പാറാണ് കേട്ടോ. പിന്നെ കോവയ്ക്ക ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കോവയ്ക്കും സാമ്പാറും കൂട്ടിയിട്ട് ചോറുണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടേക്ക് കെയർ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.